ഇതിപ്പോൾ NTA ഭാഗത്താണോ തെറ്റ്, അതോ നമ്മുടെ നീറ്റ് ആസ്പിരന്റിന്റെ ഭാഗത്താണോ തെറ്റ്, ഇതെന്താ സംഭവം എന്ന് അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഒന്ന് ഈ ശല്യം ഒന്ന് തീരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഹർജി കൊടുത്തിരിക്കുകയാണ്. ഈ 1 മാസം വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പഠിക്കുന്ന, കഷ്ടപ്പെട്ട് 2-3 വർഷം ഇരുന്ന് കഷ്ടപ്പെട്ട കുട്ടികൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ 1 മാസം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് 1 മാസം കൂടി ഇനിയും ടെൻഷൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി എത്ര കുട്ടികൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്നറിയോ? ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിനുള്ളിൽ വരെ കൈയിട്ട് പരിശോധിക്കുന്ന ഇവർക്ക് ഒരു ചോദ്യപേപ്പർ പോലും മര്യാദക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നത്? ഇത്രയും വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ മടുത്ത്. ഇതൊന്ന് തീർന്നാൽ മതി നായിപ്പോയി. ശല്യമാണ് ഇത് സത്യം പറഞ്ഞാൽ. അങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ല. ശല്യമായിട്ട് തോന്നരുത്. കാരണം നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം എടുക്കുന്ന ഒരു മേഖലയാണിത്. എന്നിട്ട് പോലും ഇതൊരു ശല്യമായിട്ട് തീർന്നു. മര്യാദക്ക് ഉറങ്ങിയിട്ട് വർഷങ്ങളോളായി. ഇതെങ്ങനെയൊന്നും തീർന്നു കിട്ടുമല്ലോ. ഓക്കെ, 5 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ തീരുമല്ലോ. എവിടെ നടക്കൂലൊന്നും. ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള കഷ്ടപ്പാട് കണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ആരും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ.